ഉറപ്പിച്ചു തന്നവനാണ് അല്ലാഹു. ഇങ്ങനെ അല്ലാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണെന്ന് പറഞ്ഞത്. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. കാണുന്ന സപ്താകാശങ്ങളെ ചൂണ്ടി, ആ ആകാശത്തിന് ചുവട്ടിലെ അനന്തകോടി താരകങ്ങളെ ചൂണ്ടി, വിശാല വിസ്തൃതമായ സമുദ്രത്തെ ചൂണ്ടി, ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കോടാനുകോടി ജീവജാലങ്ങളെ ചൂണ്ടി, വിശാല വിസ്തൃതമായ ഭൂമിയെ ചൂണ്ടി, ഭൂമിയിൽ മുളച്ചു പൊന്നുന്ന സസ്യലതാദികളെ ചൂണ്ടി, പുലിനെ ചൂണ്ടി, പുൽച്ചാടിയെ ചൂണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തോട് ചോദിച്ച ചോദ്യം ഹാദാ ഖൽഖുല്ലാഹ്, ഇത് മുഴുവൻ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ആകാശമാകട്ടെ, ഭൂമിയാകട്ടെ, ഭൂമിയുടെ ഇരട്ടി വലിപ്പമുള്ള, എത്രയോ ഇരട്ടി വലിപ്പമുള്ള സൂര്യനാകട്ടെ, ആ സൂര്യന്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളാകട്ടെ, അങ്ങനെ ആ നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ അടങ്ങുന്ന ഗാലക്സിയാകട്ടെ, ഇങ്ങനെ ചെറുതും വലുതുമായ സർവ്വതും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും എന്തെങ്കിലും ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു താ. മനുഷ്യനോടുള്ള പറയാം, ന്യായമായ അല്ലാഹുവിന്റെ ആവശ്യം. ഒരു പുല്ല് കൊണ്ടുവന്ന് ഇത് അള്ളാഹ് സൃഷ്ടിച്ചല്ല, ഇത് ഇന്നയാൾ സൃഷ്ടിച്ചതാണെന്ന് പറയാൻ കഴിയും. ഒരു പുൽച്ചാടിയെ കൊണ്ടുവന്നിട്ട് ഇത് അള്ളാഹ് സൃഷ്ടിച്ചതല്ല, ഇത് ഇന്നയാൾ സൃഷ്ടിച്ചതാണ് എന്ന് പറയാൻ കഴിയോ? ഇല്ല എങ്കിൽ, അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ എല്ലാത്തിനെയും സൃഷ്ടിച്ച റബ്ബ്, സൃഷ്ടാവ് അവനാരോ അവനെ മാത്രം ആരാധിക്കണം എന്നത് ന്യായമായ ഒരു അവകാശം, അള്ളാഹുവിന്റെ ന്യായമായ ഒരു ആവശ്യം. അത് അള്ളാഹു നമ്മോട് പറഞ്ഞു, സൃഷ്ടികളായ നമ്മോട് പറഞ്ഞു. അത് പാലിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ദൗത്യമാണ്. അവിടെ മുസ്ലിമിന് വേണ്ടി മാത്രമെന്നല്ല, ഹിന്ദുവിന് വേണ്ടി മാത്രമെന്നല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമെന്നല്ല, മനുഷ്യരെ മുഴുവൻ ഒരുപോലെ പരിഗണിച്ച റബ്ബ്, സൃഷ്ടാവ്. സൂര്യനെ അവൻ സൃഷ്ടിച്ചു. സൂര്യൻ ഉദിക്കുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നുണ്ട്. ആർക്കു വേണ്ടിയാണ്? മുഴുവൻ ആളുകൾക്കും വേണ്ടി. അതുകൊണ്ട് ആ റബ്ബ് റബ്ബുൽ ആലമീനാണ്. റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹ്, ലോകരക്ഷിതാവായ അല്ലാഹു, ലോകങ്ങളുടെ നാഥനായ അല്ലാഹു, അവനാണ് സർവസ്തുതിയും എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, മാന്യ സഹോദരങ്ങളെ, ആ വിഷയത്തിൽ കൃത്യമായ കണിശത പാലിക്കേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചു പോലും അതിൽ കണിശത കാണിക്കാത്തത് കൊണ്ടാണ് ശൈഖ് ജീലാനി ചോദിച്ചത്, അല്ല നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയാണല്ലോ, പ്രഖ്യാപിക്കുകയാണല്ലോ, പക്ഷേ എങ്ങനെയാണ് നിനക്കത് പറയാൻ കഴിയുക? എങ്ങനെയാണ് നീ അത് പറയുന്നത്? നിന്റെ ഹൃദയത്തിൽ എത്രയെത്ര ദൈവങ്ങളാണ്, എത്രയെത്ര ഇലാഹുകളാണ്. ഏതാണ് ആ ഇലാഹ്? ജീവിത പ്രയാസങ്ങളിൽ നീ ഏത്തിമാദ് ചെയ്യുന്നത്, അവലംബമാക്കുന്ന നിന്റെ ഇലാഹാണ്, നിന്റെ ദൈവമാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ്. എന്താണ് വിശദീകരിക്കുന്നത്? വലൈസ ശിർകു അൻ തഅബുദൽ അസ്നാം, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം, അതാണ് ശിർക്ക്. ഏകനായ ആ സൃഷ്ടാവിൽ പങ്കുചേർക്കുക, അവന് കൂറുകാരനെ ഉണ്ടാക്കുക, ഒരിക്കലും അല്ലാഹു അത് പൊറുക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം ശിർക്കാണ് എന്ന് ഇസ്ലാം പറഞ്ഞു. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് മഹാ അക്രമമാണ്, ഏറ്റവും വലിയ പാതകമാണ്. അങ്ങനെ ഏറ്റവും വലിയ പാതകമായ ശിർക്ക് എന്താന്ന് ചോദിച്ചാൽ, വലൈസ ശിർകു അൻ തഅബുദൽ അസ്നാം, ഒരു വിഗ്രഹത്തെ വെച്ച് അതിനെ പൂജിക്കൽ മാത്രമല്ല ശിർക്ക്, അതിനെ ആരാധിക്കൽ മാത്രമല്ല ശിർക്ക്. നേരെ മറിച്ച് ജീവിതത്തിന്റെ ബലാഉകളിൽ, മുസീബത്തുകളിൽ, ദുരിതങ്ങളിൽ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നീ ഇഖ്തിയാർ ചെയ്താൽ, തെരഞ്ഞെടുത്താൽ, അതും അല്ലാഹു പൊറുക്കാത്ത ഈ പാപമായ ശിർക്കിൽ പെടുന്നതാണ്. ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ ഉണ്ടാകും. അത് എത്ര ഉന്നതനാണെങ്കിലും അത് മനുഷ്യൻ അല്ലാഹു നൽകുന്ന അവസ്ഥയാണ്. അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകൾ തീർച്ചയായും ഈ ലോകത്തുണ്ടാകും. ആ അവസ്ഥകളിൽ അല്ലാഹുവല്ലാത്ത കേന്ദ്രങ്ങളെ ഇഖ്തിയാർ ചെയ്താൽ, തെരഞ്ഞെടുത്താൽ, അതും ശിർക്കിന്റെ ഗണത്തിൽ വരും എന്ന് ശൈഖ് ജീലാനി വിശദീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മനുഷ്യ, നീ നാവ് കൊണ്ട് പറയുന്ന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നിന്റെ നാവിലും ഹൃദയത്തിലും ഒരുപോലെ ഉണ്ടാകണമെങ്കിൽ അതിനൊരു മാർഗമുണ്ട്. നാവ് കൊണ്ട് നീ പറയുന്ന ആ ആദർശം നിന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ ഉറപ്പിക്കാൻ, അത് ഹൃദയത്തിലും കാത്തു സൂക്ഷിക്കാനുള്ള മാർഗം, ഇജ്അൽ ഖൽബക മസ്ജിദാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നീ നിന്റെ ഹൃദയത്തെ ഒരു പള്ളിയാക്കണം,
നീ നിന്റെ ഹൃദയത്തെ ഒരു മസ്ജിദാക്കണം. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിന്റെ ഹൃദയമാകുന്ന പള്ളിയിൽ നിന്ന് അല്ലാത്തവരോടൊരു പ്രാർത്ഥന സംഭവിച്ചുകൂടാ. നിന്റെ ഹൃദയമാണ് പള്ളി, നിന്റെ ഹൃദയമാണ് പള്ളി, വൃത്തിയുള്ള പള്ളി. ആ അള്ളാഹുവിന്റെ മസ്ജിദായി നിന്റെ ഹൃദയത്തെ മാറ്റാൻ നിനക്ക് കഴിയണം. നിന്റെ ഹൃദയമാകുന്ന പള്ളിയിൽ നിന്ന് അല്ലാത്തവരോടൊരു വിളി ഉണ്ടാവുകയില്ല, അല്ലാഹു അല്ലാത്തവരോടൊരു പ്രാർത്ഥനയുണ്ടാവുകയില്ല. കമാ ഖാല തആല, കാരണം അങ്ങനെയാണല്ലോ അല്ലാഹ് പള്ളിയെ പറ്റി പറഞ്ഞത്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ ഹൃദയം തന്നെ ഒരു പള്ളിയായാൽ നിന്റെ ഹൃദയമാകുന്ന പള്ളിയിൽ നിന്ന് അല്ലാത്തവരോടൊരു പ്രാർത്ഥന സംഭവിക്കൂലല്ലോ. ആരാ പറയുന്നത്? ശൈഖ് ജീലാനിയാണ്. അതുകൊണ്ട് നാവ് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയം കൊണ്ടേറ്റെടുക്കുന്ന ഒരു മുസ്ലിമായി മാറാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി പണിയെടുക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. ഇത് പറയാനാണ് മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം എന്തിന് എന്ന് സംശയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് കൃത്യമായി പറയുന്നു, അതെ, നാവ് കൊണ്ട് പറയുന്ന ഈ ആദർശം ഹൃദയത്തിൽ മൂട്ടിയുറപ്പിച്ച് നാവും ഹൃദയവും ഒരുപോലെ ഉൾക്കൊണ്ട് ശരീരം കൊണ്ട് ആ മഹത്തായ ആദർശം പ്രകടിപ്പിക്കണേ ജനങ്ങളെ എന്ന് പറയാൻ, ഈ സമൂഹത്തെ പഠിപ്പിക്കാനാണ് ഈ പ്രസ്ഥാനം ഉള്ളത്. ഇത് ഓർമ്മിപ്പിക്കാനാണ് ഈ പ്രസ്ഥാനമുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ആദർശം, ഈ തൗഹീദ് എന്നും പ്രസക്തമാണ്. എന്തുകൊണ്ട് പ്രസക്തമാണ്? മനുഷ്യർക്കിടയിൽ എന്തുകൊണ്ട് പ്രസക്തമാണ് ഈ വിഷയം? എന്തുകൊണ്ട് പ്രസക്തമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്തുകൊണ്ട് പ്രസക്തമാണ് ഈ തൗഹീദ്? മറ്റൊന്നും കൊണ്ടല്ല, ഞാനും നിങ്ങളും മരിക്കണം എന്നതുകൊണ്ട്. മരണമില്ലായിരുന്നെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നമ്മൾ മരിക്കേണ്ടിയില്ലായിരുന്നെങ്കിൽ പ്രശ്നമുണ്ടാകുമായിരുന്നില്ല. മരണം നമുക്ക് മുന്നിൽ ഒരു യാഥാർത്ഥ്യമായി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വാവിന്റെ, ഈ പ്രസംഗത്തിന്റെ, ഈ ഉപദേശത്തിന്റെ, ഈ ഇരിപ്പിന്റെ, ഈ കേൾക്കലിന്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. നമുക്ക് മുന്നിൽ മരണമാണുള്ളത്. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ഈ ലോകമല്ല, നമ്മുടെ ഈ ജീവിതമല്ല, വഴിയും വാഹനവുമല്ല ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം വഴിയാകാൻ പാടില്ല, വാഹനമാകാൻ പാടില്ല. ഈ ലോകമെന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറഞ്ഞാൽ എന്റെ താൽക്കാലികമായ ഒരു വാഹനം മാത്രമാണ്. എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വഴി മാത്രമാണ്. അതുകൊണ്ട് തസവ്വദ് മിനദ്ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന അലൈകൽ ലൈലു ഹൽ തഈശു ഇലൽ ഫജ്രി. ഓ മനുഷ്യ, തസവ്വദ് മിനദ്ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് നിന്റെ യാത്രാ വിഭവങ്ങൾ നീ ഒരുക്കിക്കൊള്ളൂ. നിന്റെ യാത്രയ്ക്ക് ആവശ്യമായത് നീ ഒരുക്കിക്കൊള്ളൂ. നിന്റെ യാത്ര സുഗമമാകുന്നതിനാവശ്യമായത് നീ ഒരുക്കിക്കൊള്ളൂ. അതോടൊപ്പം തന്നെ നീ നിന്റെ നിസ്സാരത മനസ്സിലാക്കിക്കോ, നീ നിന്റെ നിസ്സായാവസ്ഥ മനസ്സിലാക്കിക്കോ. ഇദാ ജന്ന അലൈകൽ ലൈലു ഹൽ തഈശു ഇലൽ ഫജ്രി. ഇന്നത്തെ ഈ രാത്രി നിന്നിലേക്ക് അങ്ങ് മൂടിയാൽ, ഈ രാത്രി നിന്നെ അങ്ങ് പുതപ്പിച്ചു കഴിഞ്ഞാൽ, ഈ രാത്രിയുടെ ഇരുളുകൾ നിന്നിലേക്ക് ആളിപ്പടർന്നു കഴിഞ്ഞാൽ, ഒരിക്കലും നാളത്തെ പ്രഭാതം നിനക്ക് ഉണ്ടാകുമോ, നാളത്തെ പ്രഭാതം കാണാൻ നീ ഉണ്ടാകുമോ എന്ന വിവരം നിനക്കറിഞ്ഞുകൂടാ മനുഷ്യ. അതാണ് മനുഷ്യന്റെ നിസ്സാരത. നാളത്തെ സുബഹിക്ക് ആ സുബഹി ബാങ്ക് കേൾക്കാൻ ഞാനുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു ആലം, എനിക്കറിയില്ല, അല്ലാഹുവിനെ അറിയൂന്നേ മറുപടി. നാളത്തെ നേരം പുലരുന്ന ഘട്ടത്തിൽ നീ ഉണ്ടോ ഇവിടെ? അറിയില്ല. ഇന്നക ലാ തദ്രി, നീ അറിയാത്തവനാണ്. ഇദാ ജന്ന അലൈകൽ ലൈൽ ഹൽ തഈശു ഇലൽ ഫജ്രി. ഈ രാത്രി നിന്നിലേക്ക് നിന്ന് മൂടിയാൽ നാളത്തെ പ്രഭാതം വരെ നീ ഉണ്ടാകുമോ എന്ന വിവരം നിനക്കറിഞ്ഞുകൂടാ മനുഷ്യ. ഫകം മിൻ ഫതയുംസി വയുസ്ബിഹു ലാഹിയാ വഖദ് നസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്രയെത്ര ചെറുപ്പക്കാരാണ് അവര് കരുതിയത് തന്റെ മുന്നിലുള്ള തലനരച്ച ആ മനുഷ്യനായിരിക്കും വേഗത്തിൽ മരിക്കുക എന്നതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അവന് മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ പ്രഭാത പ്രദോഷങ്ങളെ എത്ര ലാഘവത്തോടെയാണ് അവൻ എത്തിച്ചത്. എത്രയെത്ര യുവാക്കളാണ് പ്രഭാത പ്രദോഷങ്ങളെ വളരെ ലാഘവത്തോടെ വർത്തിക്കുകയാണ്. പക്ഷേ അവന് പുതപ്പിക്കാനുള്ള കഫം തുണി അടുത്ത കടയിലെത്തിയ വിവരം അവനുണ്ടോ അറിയുന്നു. അവന് പുതപ്പിക്കാനുള്ള കഫം തുണി അടുത്ത കടയിൽ റെഡിയാണ്. ഞാൻ മരിച്ചു കിട്ടിയാൽ മതി, എനിക്കുള്ള കഫം തുണി റെഡിയായുണ്ട്. അടുത്ത കടയിൽ അത് വിൽപ്പനക്കെത്തിയിട്ടുണ്ട്. പക്ഷേ വഹുവ ലാ യദ്രി, അവനുണ്ടോ അതറിയുന്നു. ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ. മരണത്തിന് പ്രായമില്ല, മരണത്തിന് വയസ്സില്ല, മരണത്തിന് സമയമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മുഹറം 10
കഴിഞ്ഞ മുഹറം 10 അത്താഴം മുഹറം നോമ്പിന് വേണ്ടി അത്താഴം കഴിച്ചിരിക്കുന്ന സമയത്ത്